Hello, welcome to my channel. Your online miss is here with you. Today I would prefer to discuss about the second part of your equation of motion, a chapter in second chapter in 9th standard. So last class നമ്മൾ പഠിച്ചതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനൊക്കെ പഠിച്ചു. വാട്ട് മേ ബി എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വെരി ഗുഡ്. അതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ പഠിച്ചു, മറക്കരുത്. ഇറ്റ്സ് എ ബേസ് ഓഫ് ഫിസിക്സ്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് ഇനി നമ്മൾ അടുത്ത സെഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഒട്ടും മറക്കണ്ട, പെട്ടെന്ന് തന്നെ അത് കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ. Equations of motion, the first portion, the first law of equation we already studied. What was that? V is equal to u plus at. Okay, now we want to plot its graph. Okay, its graphical representation. Not to that, I just remind what is the graph and all. നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഗ്രാഫ് എന്താണെന്ന്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. എന്നാലും അതിൻ്റെ ബേസിക്സ് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ നമുക്കറിയാം അല്ലേ, ഗ്രാഫിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? 4 പാർട്ടാണ് ആക്ച്വലി ഗ്രാഫായിട്ട്. 2 നമ്പർ ലൈൻസ് കട്ട് ചെയ്തിട്ട് ക്രോസിലേക്ക് കട്ട് ചെയ്തിട്ട് 4 പാർട്സായിട്ടാണ് നിൽക്കുന്നത്. ഓരോ ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് മുകളിലുള്ളതിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ദെൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ദെൻ തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ് അല്ലേ? ഇങ്ങനെ 4 ക്വാഡ്രൻ്റാണുള്ളത്. അപ്പോൾ ഈ 4 ക്വാഡ്രൻറ്റിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് ആക്സിസിലുള്ള എല്ലാ വാല്യൂവും പോസിറ്റീവായിരിക്കും, വൈ ആക്സിസിലുള്ള എല്ലാ വാല്യൂവും പോസിറ്റീവായിരിക്കും. അപ്പം നമ്മുടെ ഈ 9th സ്റ്റാൻഡേർഡിൽ നമുക്ക് കുറച്ച് വരയ്ക്കാനുള്ള ഗ്രാഫുകളൊക്കെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഗ്രാഫുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആവശ്യത്തിന് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ വെച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എക്സാക്റ്റ് നമ്പേഴ്സ് വാല്യൂസൊക്കെ മെഷർ ചെയ്തിട്ടുള്ള അല്ല കേട്ടോ, ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി മാത്രമുള്ളതാണ്. സോ whenever you try, you just use a roller and a pencil and try to draw it. Okay, അതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പേന വെച്ചിട്ട് വരയ്ക്കാൻ പാടില്ല. ഓൾവേസ് യൂസ് പെൻസിൽസ്. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗ്രാഫിൻ്റെ ഒരു മോഡൽ. ദെൻ whenever we take a graph, first of all we want to check whether there is x-axis and y-axis. അവിടെ x-axis അടയാളപ്പെടുത്തിയിരിക്കണം, y-axis അടയാളപ്പെടുത്തിയിരിക്കണം. ആൻഡ് x-axisൻ്റെ ടൈറ്റിൽ നമ്മൾ x-axisൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടൈം ആണെങ്കിൽ ടൈം, പൊസിഷൻ ആണെങ്കിൽ പൊസിഷൻ, വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി, അങ്ങനെ ഓരോ ആക്സിസിൽ നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളത് അവിടെ എഴുതണം. ദെൻ പുട്ട് ആൻ ആരോ മാർക്ക്. ഓക്കെ, ദെൻ വൈ ആക്സിസിൻ്റെ കേസിലും അതുപോലെ തന്നെ ഗ്രാഫിന് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ് എന്ത്? അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദിസ് ഫിഗർ നമ്മൾ ഇവിടെ സ്കെയിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ബോക്സിലായിട്ട് സ്കെയിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? വാട്ട് വി റൈറ്റ് ദർ ഓൺ എക്സ് ആക്സിസ് 1 യൂണിറ്റ് ഈക്വൽ ടു വാട്ട്, ആൻഡ് ഓൺ വൈ ആക്സിസ് 1 യൂണിറ്റ് ഈക്വൽ ടു വാട്ട്. ഓക്കെ, അതാണ് നമ്മളവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ കേസിനകത്ത് നമ്മൾ ഇവിടെ എക്സ് ആക്സിസിൽ ഓരോ പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം പോയിൻ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ ഇവിടെ ഐ ഓൾറെഡി ടോൾ യു ഐ നോട്ട് റൈറ്റ് ആൻ ഈക്വൽ. ഇവിടെ ഈ എന്താണ് വളരെ കറക്റ്റൊന്നുമല്ല നമ്മുടെ ഈ 10 പോയിൻറ്റ്സ് എഴുതിയതൊക്കെ കേട്ടോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ദെൻ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആക്സിസ് നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കണം, അതിൻ്റെ ആക്സിസിൽ ഓരോ ആക്സിസിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദെൻ എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണ്, എക്സ് ആക്സിസിൽ ഒരു ഇൻ്റർവെൽ. ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്തില്ലേ ഓരോ പോർഷൻസ് ഓരോ നോട്ട്. അപ്പോൾ ഇതിൽ തൊട്ടടുത്തുള്ള 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ ഇതും തമ്മിലുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് തൊട്ടടുത്തുള്ളത് ഇവിടെയുള്ള ഈ 2 പോർഷനെയാണ് നമ്മളൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ കേസിൽ വരുമ്പോൾ
അവിടെ നമുക്ക് എന്താ പറയാം, ഒരു എക്സ് ആക്സിസിൽ 1 യൂണിറ്റ് ഈക്വൽ ടു വാട്ട് ആൻഡ് ഓൺ വൈ ആക്സിസ് 1 യൂണിറ്റ് ഈക്വൽ ടു വാട്ട് എന്നുള്ളത് ക്ലിയറായി പറയണം. ഓക്കെ, നെക്സ്റ്റ് കേസിൽ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ നമുക്കിനി ഒരു ഇക്വേഷനൊക്കെ വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. വാട്ട് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫ്? In its name itself it reflects, right? Here we take position and time. Okay, when we take position and time, it becomes position time graph. So just check. Here time is equal to what? 0 second. When the 0 second, the position of that car or what that object where it's 20 meter away, right? And it 1 second, it's in the same 20 meter. And in the third second, it's in 20 meter. Fourth second, 20 meter. What's its meaning? It's a stationary object. അല്ലേ, നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ 20 മീറ്ററിൻ്റെ അപ്പുറമുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു കാർ അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. 0 സെക്കൻഡിൽ നമ്മൾ നോക്കി അതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. Then 1 second we just check. Then or is that. Then after 2 seconds, 3 seconds, 4 seconds. So that object is a stationary object. Stationary objectൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക നോക്കി. Here we plot a x-axis and a y-axis. Here we take time along x-axis and position along y-axis. Then we wrote that scale, right? Scale on x-axis 1 unit equal to 1 second. Clear? Okay. Now y-axis is 1 unit equal to 10 meter. Okay. Now to the convenience, നമുക്ക് വേണമെങ്കിൽ 5 meter എടുക്കാം. So we get 4 points or more. Then വേണമെങ്കിൽ 1 വെച്ചിട്ടെടുക്കാം. ഫോർ മൈ കൺവീനിയൻസ് ഐ ടേക്ക് 10 മീറ്റർ. ഓക്കെ, അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കണ്ട. കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ആൻസർ. ഓക്കെ, സോ come on, let's plot. Then at 0 second, where is that? At 0 second here, right? At 1 second itself here. Then the third second, then second and third and fourth. Okay, all times we just denoted the points and connect it with a straight line. So here we get a straight line parallel to x-axis. Okay, so position time graph. How can we define a position time graph? Position time graph is a graphical representation of position and time. Here we take position along x-axis and time along y-axis. When we try to define this, first of all we want its figure. Okay, ആ ഫിഗർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ പറയാം പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ. ദെൻ പൊസിഷൻ ഈസ് ടേക്കൺ അലോങ് x-axis and time is position is taken along y-axis and time is taken along x-axis. ഇത്രയേ ഉള്ളൂ. നമ്മളൊന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പിക്ചർ ഒന്ന് മൈൻഡ് ചെയ്യുക, എന്നിട്ടത് പറയാം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, നമുക്ക് എങ്ങനെയുള്ള ലൈനാണ് കിട്ടിയത്? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ്, parallel to x-axis. So position time graph of a stationary object is a straight line parallel to x-axis. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇത് മുഴുവനായിട്ട് കാണണേ, ഇടയ്ക്ക് കട്ട് ചെയ്ത് പോവരുത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇതിൻ്റെ ഓരോ സെക്ഷൻ ഞാൻ ടുഡേ ഐ ഓൺലി ടേക്ക് ദ സ്മോൾ പോർഷൻസ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ പോർഷൻ മാത്രമേ എടുത്തുള്ളൂ. ബട്ട് ഐ ഡീറ്റെയിൽ ഇറ്റ് ബൈ ഇറ്റ്സ് എ ബേസ്. ആൻഡ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ഗ്രാഫുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സെറ്റ് പ്ലോട്ട് എ ഗ്രാഫ് ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, ഹിയർ ദർ ഇസ് എ ക്വസ്റ്റ്യൻ. Time 0 second and 1 second, 2 second, 3 second, 4 second, and position at 0 second its position is at 0 meter, and at 1 second its position is 1 meter, at 2 second its position is 2 meter, and the third second its position is 3 meter, and the fourth second its position is 4 meter. So it's not a stationary object, right? ഇതിങ്ങനെ വെറുതെ ഇരിക്കുകയാണോ? അല്ല, സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് പൊസിഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് വെൻ വി അനലൈസ് ദി ക്വസ്റ്റ്യൻ വാട്ട് വി ഗെറ്റ് 0 here 4 second. Then from 4 second we just draw a line to the graph. Okay, so we draw.
ദെൻ വേർ ഇറ്റ് റീച്ചസ്, അത് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് കറസ്പോണ്ടൻ്റ് ആയിട്ട് വൈ ആക്സിസിലോട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. സോ വാട്ട്സ് ദ ആൻസർ? 4 സെക്കൻഡിൽ ദ പൊസിഷൻ ഓഫ് ദാറ്റ് കാർ ഈസ് ഇറ്റ് 8 മീറ്റർ. ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്? ഓക്കെ, അപ്പോൾ ഇനി മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിലോ? ഇപ്പോൾ 2 സെക്കൻഡിൽ എവിടെയാണ് ഇതിൻ്റെ 2 സെക്കൻഡിൽ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക. വാട്ട് യു വിൽ ഡു? ജസ്റ്റ് ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ, then connect it with y axis, then 4 meter. Clear? Okay, then so അപ്പോൾ കൂടുതൽ ഗ്രാഫുകൾ ട്രൈ ചെയ്യുക. ഡു യു ഹാവ് എനി ഡൗട്ട് യു ജസ്റ്റ് പോസ്റ്റ് ദാറ്റ് ഇൻ കമൻറ്റ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. സോ എല്ലാവരും മറക്കാതെ കാണുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്.